ദൈവകൃപയുടെ 365 ദിവസങ്ങൾ 365 ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന സമ്പൂർണ്ണ പരിശുദ്ധ ബൈബിൾ വായനാ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 94-ാം ദിവസം. 1 ദിനവൃത്താന്തം 1 മുതൽ 3 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ആദം മുതൽ അബ്രഹാം വരെയും ദാവീദിൻ്റെ സന്തതി പരമ്പരയുമെല്ലാം ഈ വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ ജീവൻ്റെ വചനം വായിച്ച് ധ്യാനിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1 ദിനവൃത്താന്തം 1-ാം അധ്യായം. ആദം മുതൽ അബ്രാഹം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരെദ്, ഹെനോക്ക്, മെത്തൂസെലേഹ്, ലാമെക്ക്, നോഹ, ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷെക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, ദീഫത്ത്, തോഗർമ. യോവാന്റെ പുത്രന്മാർ എലീഷ, താർഷീഷ്, കിത്തിം, റോദാനിം. ഹാമിന്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്, കാനാൻ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തെക്ക. റാമയുടെ പുത്രന്മാർ ഷെബ, ദേദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദീം, അനാമീം, ലഹാബീം, നഫ്തുഹീം, പത്രുസീം, കസ്ലുഹിം, കഫ്തോറീം എന്നിവർ ജാതരായി. കഫ്തോറിമാണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനുമായിരുന്നു. ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹാമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേതർ, മെഷെക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിന്റെയും ഷേലാഹ് ഏബറിന്റെയും പിതാവാണ്. ഏബറിന് പേലെഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലെഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താന്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവെത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷേബ, ഓഫിർ, ഹവില, യോബാബ്. ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പെലേഗ്, റവു, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാഹത്തിന്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര. ഇസ്മായേലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ, അബ്ദേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫിഷ്, കേദേമ. ഇവരും ഇസ്മായേലിന്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെധാൻ, മിദിയാൻ, ഇഷ്ബാഖ്, ഷുവാഹ്. യോക്ഷാന്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദിയാന്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രഹാം ഇസ്ഹാക്കിന്റെ പിതാവാണ്. ഇസ്ഹാക്കിന്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിന്റെ പുത്രന്മാർ എലിഫാസ്, റവുവേൽ, യവൂഷ്, യാലാം, കോറഹ്. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗഥാം, കെനസ്, തിമ്ന, അമലേക്. റവുവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ.
സെയറിന്റെ പുത്രന്മാർ ലോഥാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോഥാന്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോത്താന്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിന്റെ പുത്രന്മാർ അലിയാൻ, മനഹത്ത്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോന്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാന്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിന്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലയുടെ മരണത്തിന് ശേഷം ബൊസ്രക്കാരനായ സേറഹിന്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി. ഹൂഷാമിന്റെ മരണത്തിന് ശേഷം ബദാദിന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിദ് പട്ടണക്കാരനായ ഇവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോത്ത് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകൻ ബാൽഹനാൻ രാജാവായി. ബാൽഹനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിന്റെ പൗത്രിയും മാത്രദിന്റെ പുത്രിയുമായ മെഹത്താബെൽ ആയിരുന്നു അവന്റെ ഭാര്യ. ഹദാദിന്റെ മരണത്തിന് ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തിമ്ന, അലിയ, യഥേദ്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിപ്സാർ, മഗ്ദയിയേൽ, ഈറാം. ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. 1 ദിനവൃത്താന്തം 2-ാം അധ്യായം. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിന്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബലൂൺ. ധാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബത്ഷൂവ ആയിരുന്നു. യൂദായുടെ ആദ്യജാതനായ ഏർ കർത്താവിന്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിന്റെ പുത്രന്മാർ ഹെസ്രാൻ, ഹാമൂൽ. സേറഹിന് സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാർ കർമ്മിയുടെ പുത്രനാണ്. ഏഥാറിന്റെ പുത്രനാണ് അസറിയ. ഹെസ്രാന്റെ പുത്രന്മാർ യർഹമേൽ, റാം, കെലുബായ്. റാം അമിനാദാബിന്റെയും അമിനാദാബ് യൂദാഗോത്രത്തിന്റെ നേതാവായ നഹ്ഷോന്റെയും പിതാവാണ്. നഹ്ഷോൻ സൽമയുടെയും സൽമ ബോവാസിന്റെയും ബോവാസ് ഓബദിന്റെയും ഓബദ് ജസയുടെയും പിതാവാണ്. ജസയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ എലിയാബ്, അമിനാദാബ്, ഷിമ്മ, നഥനേൽ, റദ്ദായ്, ഓസെം, ദാവീദ്. സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായ്, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേലിയനായ യഥേറ ആയിരുന്നു അവന്റെ പിതാവ്. ഹെസ്രാന്റെ മകനായ കാലബിന് ഭാര്യയായ അസൂബായിൽ യെറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷെർ, ഷോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിന് ശേഷം കാലേബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിന്റെയും പിതാവായി.
ഹെസ്രാൻ 50-ാം വയസ്സിൽ ഗിലെയാദിന്റെ പിതാവായ മാക്കീറിന്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലെയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിന്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിന്റെ പിതാവായ മാക്കീറിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രാന്റെ മരണത്തിന് ശേഷം കാലേബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തയെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രാന്റെ ആദ്യജാതനായ യെറഹ്മേലിന്റെ പുത്രന്മാർ ആദ്യജാതനായ റാമും ഭൂന, ഓരൻ, ഓസെം, അഹീയ എന്നിവരും. യെറഹ്മേലിന് അത്താറ എന്ന് വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യെറഹ്മേലിന്റെ ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമീൻ, യക്കർ. ഓനാമിന്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിന്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ഷേഷാൻ. ഷേഷാന്റെ പുത്രൻ അഹ്ലായി. ഷമ്മായിയുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥൻ. യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥന്റെ പുത്രന്മാർ പേലെത്ത്, സാസ. ഇവർ യെറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ഷേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യെർഹ എന്ന ഒരു ദാസനുണ്ടായിരുന്നു. ഷേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലും എഫ്ലാലിന് ഓബെദും ജനിച്ചു. ഓബെദ് യേഹുവിന്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ഷല്ലൂമിന്റെയും പിതാവാണ്. ഷല്ലൂമിന് യക്കാമിയായും യക്കാമിയായ്ക്ക് എലിഷാമായും ജനിച്ചു. യെറഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷയുടെ പുത്രൻ ഹെബ്രാൻ. ഹെബ്രാനിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കേം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കെയാമിന്റെയും പിതാവാണ്. റക്കേം ഷമ്മായിയുടെ പിതാവ്. ഷമ്മായിയുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബത്സൂർ. ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലേബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ രേഗം, യോഥാം, ഗേഷാൻ, പേലെത്ത്, ഏഫ, ഷാഫ്. മാഖ എന്ന ഉപനാരിയിൽ കാലേബിന് ഷേബർ, തിർഹാന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ്, മക്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലേബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലേബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത്ത് ഏയാറാമിന്റെ പിതാവ് ഷോബാൽ. ബേത്ലഹേമിന്റെ പിതാവ് സൽമ. ബേത് ഗാദറിന്റെ പിതാവ് ഹാരഫ്. അർദ്ധമെനുഹോത്യർ, ഹരോവെ എന്നിവർ കിരിയാത്ത് ഏയാറാമിന്റെ പിതാവായ ഷോബാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്ത് ഏയാറാമിന്റെ കുലങ്ങൾ ഇത്യർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സൊറാത്യരും എസ്താവോല്യരും ഉത്ഭവിച്ചു. ബേത്ലഹേം, നെത്തോഫാത്യർ, അത്രാത്ത്, ബദ് യോവാബ്, അർദ്ധ മഹനാത്യർ, സോറിയർ എന്നിവർ സൽമ വംശജരാണ്. യാബേസിൽ വസിച്ചിരുന്ന നിയമജ്ഞ കുലങ്ങൾ തിരാത്യർ, ഷെമയാത്യർ, സുഖാത്യർ. റേഖ കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന്
ഉത്ഭവിച്ച കേന്യരാണിവർ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 3-ാം അധ്യായം. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രാനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ: ആദ്യജാതൻ അമ്നോൻ, ജസ്രൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ, കാർമൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം, ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അധോനിയ, ഹഗ്ഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ, അബിതാലിൽ ജനിച്ചു. ഭാര്യ ഏഗ്ലായിൽ. ആറാമൻ ഇത്രായും ജനിച്ചു. ഹെബ്രാനിലെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമെയ, ഷോബാബ്, നാഥാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിന്റെ മകളായ ബത്ഷുവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലിഷാമ, എലിഫെലത്ത്, നോഗ, നേഫഗ്, യാഫിയ, എലിഷാമ, എലിയാദ, എലിഫെലത്ത്, ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോഥാം, ആഹാസ്, ഹെസക്കിയ, മനാസെ, ആമോൻ, ജോസിയ. ജോസിയായുടെ പുത്രന്മാർ: ആദ്യജാതനായ യോഹന്നാൻ, രണ്ടാമൻ യഹോയാക്കീം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ഷല്ലൂം. യഹോയാക്കീമിന്റെ മകൻ യെക്കോണിയ, അവന്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യെക്കോണിയയുടെ പുത്രന്മാർ ശലാത്തിയേൽ, മൽക്കീരാം, പെദായ, സെനാസർ, യഖാമിയ, ഹോഷാമ, നെദബിയ. പെദായയുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമെയി. മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിന്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹെൽ, ബെറഖിയ, ഹസാദിയ, യഷബ, ഹെസദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയയുടെ പുത്രന്മാർ പെലത്തിയ, ഏശയ്യ. ഏശയ്യയുടെ പുത്രൻ റഫായ, റഫായയുടെ പുത്രൻ അർനാൻ, അർനാന്റെ പുത്രൻ ഉബാദിയ, ഉബാദിയയുടെ പുത്രൻ ഷെഖാനിയ, ഷെഖാനിയയുടെ പുത്രൻ ഷെമായ. ഷെമായയുടെ പുത്രന്മാർ ഹത്തൂഷ്, ഇഗാൽ, ബറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെഖാനിയയ്ക്ക് ആകെ 6 പേർ. നെയാറിയയുടെ പുത്രന്മാർ എലിയവേനായി, ഹിസ്കിയ, അസ്രിഖാം, ഇങ്ങനെ 3 പേർ. എലിയോവാനായുടെ പുത്രന്മാർ ഹോദാവിയ, എലിയാക്കീഷ്, പെലായ, അക്കൂബ്, യോഹനാൻ, ധലായ, അനാനി, ഇങ്ങനെ 7 പേർ.